ഭദ്രൻ്റെ രണ്ടാം കെട്ട് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 38. ഉച്ച തൊട്ടേ മാനം കാറ് കയറി കിടക്കുകയാണ്. വീട്ടിൽ ചെല്ലുന്നത് വരെ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇന്ന് തന്നെ വണ്ടിയും പണി തന്നല്ലോ, നാശം പിടിക്കാൻ. ഇരുണ്ട് മൂടാൻ തുടങ്ങുന്ന ആകാശം നോക്കി പിറുപിറുത്തുകൊണ്ട് ഭദ്രൻ അവൻ്റെ ബൈക്കിലേക്ക് കയറിയിരുന്നു. ഇനിയിപ്പോൾ ഇതിനെ ആരതി ഒഴിഞ്ഞുകൊണ്ട് വന്ന് വണ്ടിയെ കയറ്റണോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഇരമ്പിപ്പിച്ചിട്ടും വഴിയുടെ കുറച്ചു മുൻപിലായിട്ട് നിന്നുകൊണ്ട് റോഷനോട് സൊറ പറഞ്ഞു നിൽക്കുന്ന പാർവതിയെ കണ്ട് ഭദ്രന് വിറഞ്ഞു കയറി. ഇവർക്ക് രണ്ടിനും വിവരമെന്ന് പറയുന്ന സാധനം ഇല്ലേ? അവന് വല്ലാത്ത ദേഷ്യം തോന്നി. മഴയ്ക്ക് മുന്നേ വീട്ടിലെത്തുവാൻ കുട്ടികളെല്ലാവരും വേഗത്തിൽ ഗേറ്റും കടന്ന് പുറത്തേക്ക് പായുന്നതിൻ്റെ തിരക്ക് കണ്ടിട്ടും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിലാണ് ഇരുവരുടെയും സംസാരം. മൈ ഫേറ്റ്. സ്വയം ഒന്ന് പുച്ഛിച്ചിട്ട് ഹെൽമെറ്റ് എടുത്ത് ധരിച്ചവൻ പിന്നീട് വണ്ടി അവളുടെ മുന്നിൽ കൊണ്ട് നിർത്തി 2 വട്ടം ഹോൺ അടിച്ചു. പെണ്ണ് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ തന്നെ റോഷനോട് യാത്ര പറഞ്ഞ് പതിയെ അവന് പിന്നിലേക്കായി കയറിയിരുന്നു. ബൈ മാത്ത. പാറു അവന് നേർക്ക് കൈവീശി കാട്ടിയപ്പോഴേക്കും ഒരു ഊക്കോടുകൂടി അവൻ ബൈക്ക് മുന്നിലേക്ക് എടുത്തു കഴിഞ്ഞിരുന്നു. ഇയാൾ എന്നെ എന്നാടുക്കാൻ കൊണ്ടുപോവാ? അവൻ്റെ സ്പീഡ് കണ്ട് പെണ്ണ് പുറകിലിരുന്നു കൊണ്ട് കലിപ്പെട്ടു. നിന്നെ എന്താ ചെയ്യേണ്ടത്? മഴയ്ക്ക് മുന്നേ വീട് പറ്റണമെന്നൊരു വിചാരം നിനക്കില്ലേ? അവൻ ദേഷ്യത്തോടെ ഒന്ന് ചെരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. മഴ നനഞ്ഞുള്ള ബൈക്ക് റൈഡ് നല്ല സുഖമുള്ള കാര്യമല്ലേ എന്ന് തിരിച്ചു ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും പാർവതി അതിനുള്ള മറുപടി ഒന്നും നൽകാതെ മൗനമായിരുന്നു. വണ്ടി കുറച്ചു നേരം മുൻപോട്ട് പോയപ്പോഴേക്കും മഴയുടെ ആദ്യത്തെ തുള്ളി അവളുടെ നെറ്റിയിൽ വന്നു പതിച്ചു. അവൾ അത്ഭുതം കൊണ്ട് കണ്ണുകൾ വിടർത്തി ഇരുണ്ട കാർമേഘത്തിന് നേർക്ക് നോട്ടം പായിച്ചു. വേഗം വാ. അവയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ശരീരത്തോടൊപ്പം അവളുടെ മനസ്സും അതിയായി കൊതിച്ചുപോയി. സമയം 4:30 കഴിഞ്ഞതേ ഉള്ളൂവെങ്കിലും ഇരുണ്ട് മൂടിയ അന്തരീക്ഷം. ഭദ്രൻ ബൈക്കിൻ്റെ വേഗത ഒന്നും കൂടി കൂട്ടി. തണുത്ത കാറ്റ് മുഖത്തേക്ക് വീശിയപ്പോൾ പെണ്ണിൻ്റെ ശരീരം ഒന്ന് വിറച്ചു. വണ്ടി ടൗണിൽ നിന്നും കണിയാപുരം ഗ്രാമത്തിലേക്ക് കടന്നതും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള മിന്നൽ പിണറുകൾ അവിടെ മാകം മുഴങ്ങിക്കേട്ടു. അത്രയും നേരം മഴ പെയ്യുവാനായി കൊതിച്ച പാർവതിയുടെ കണ്ണുകൾ ഭയത്താൽ ഒന്ന് പിടഞ്ഞുപോയി. പൊടുന്നനെ മിന്നലിനോടൊപ്പം തന്നെ തുള്ളിക്കൊരുകുടം പോലെ മഴ ആർത്തു പെയ്യുവാനായി തുടങ്ങി. അവൻ്റെ വണ്ടി ഒന്നുലഞ്ഞു. ഇരുട്ടും മഴയും മുൻപിലുള്ള കാഴ്ചകളെ അവ്യക്തമാക്കി. എങ്കിലും ഊക്കോടെ പതിക്കുന്ന മഴത്തുള്ളികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ്റെ ബൈക്ക് മുന്നോട്ടേക്ക് കുതിച്ചു. നനഞ്ഞു കുളിച്ച പാർവതി വിറച്ചുകൊണ്ട് അവനിലേക്ക് പതിയെ ചായുവാനായി തുടങ്ങി. അമ്മേ, എനിക്ക് പേടിയാവുന്നു. എന്തൊരു മഴയായി ഇത്! കുട്ടികൾ എങ്ങനെ വരുമോ എന്തോ. ഒന്നാമതേ ഭദ്രൂട്ടൻ ഇന്ന് ബൈക്ക് എടുത്തോണ്ടാ പോയേക്കുന്നേ. പടിപ്പുരയ്ക്കപ്പുറമുള്ള റോഡിലേക്ക് കണ്ണും നട്ടിരുന്നു കൊണ്ട് വിമല പരിതപിച്ചു. നീ ഇങ്ങനെ വേവലാതിപ്പെടാതെ മോളെ, അവൾ ഭദ്രൻ്റെ ഒപ്പമല്ലേ വരുവുള്ളൂ. അതുകൊണ്ട് നീ ഒന്ന് സമാധാനിക്ക്. സോപാന പടിയിൽ മകൾ കരിയിലായി ഇരുന്നു കൊണ്ട് നാരായണി മകളെ ആശ്വസിപ്പിക്കുവാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളവും പുകയുന്നുണ്ടായിരുന്നു. ഇരുണ്ടു മൂടിയ അന്തരീക്ഷവും ഭൂമിയെപ്പോലെ പേടിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടിമിന്നലിൻ്റെ പ്രകമ്പനങ്ങളും മരത്തെ പോലും പിഴുതെറിയാൻ പറ്റുന്നത്രയും ശക്തിയുള്ള കാറ്റും എല്ലാവരെയും ഭീതിയിലാഴ്ത്തി. കാലം തെറ്റി പെയ്യുന്ന മഴ. ഉമ്മറത്തെ ചാരുകസേരയിൽ പതിവ് പോലെ തന്നെ അന്നും കൃഷ്ണൻ നായർ തൻ്റെ കൊച്ചുമകളെയും കാത്തിരിപ്പുണ്ടായിരുന്നു. കൃഷ്ണേട്ടാ, ഭദ്രൻ മോൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഭർത്താവിനെ നോക്കിക്കൊണ്ട് നാരായണി ആകുലതയോടെ ചോദിച്ചു. ഈ സമയത്ത് ഫോൺ വിളിച്ച് ആരേലും എടുക്കുമോ? അവർ ചിലപ്പോൾ മഴയൊന്നടങ്ങിയിട്ട് വരാൻ വല്ല വഴിയരികിലും കാത്തു നിൽപ്പുണ്ടായിരിക്കും. ആദ്യ ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്തു കാട്ടാതെ കൃഷ്ണനൊന്ന് നെടുവീർപ്പെട്ടു. എൻ്റെ മഹാദേവ, എൻ്റെ പിള്ളേരെ കാത്തോണേ. മിഴികളിൽ പൊടിഞ്ഞ കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ പോലും മെനക്കെടാതെ അവർ കൈകൂപ്പിക്കൊണ്ട് സകല ഈശ്വരന്മാരോടും കേണപേക്ഷിച്ചു. ഭദ്രനായതുകൊണ്ട് പേടിക്കേണ്ട നാരായണി, അവൻ അവളെ നോക്കിക്കോളും. കൃഷ്ണൻ നായർ ആരോടെന്നില്ലാതെ പെറുപിറുത്തു. പൊടുന്നനെ ഒരു തീഗോളം ഭൂമിയിലേക്ക് പതിച്ചു. സോപാന പടിയിലിരുന്ന വിമലയും നാരായണിയും ഞെട്ടി വിറച്ചുകൊണ്ട് പൊടുന്നനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നിലേക്ക് മാറി. അകത്തേക്ക് കയറിപ്പോ. ഭർത്താവിൻ്റെ ഉച്ചത്തിലുള്ള നിർദ്ദേശം കേട്ടതും മകളുടെ കൈ പിടിച്ചവർ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും പാർവതിയുടെയും ഭദ്രൻ്റെയും കാര്യമോർത്ത് ആ 3 ഹൃദയങ്ങളും തപിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ചെമ്പകശ്ശേരിയിൽ ലക്ഷ്മിയുടെ പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയായി.
ഭദ്രന് മുൻപിലുള്ള കാഴ്ചകൾ അവ്യക്തമായി. മഴ പെയ്യുന്നതിനാൽ വൈദ്യുത വിളക്കുകൾ പോലും റോഡിൽ കത്തുന്നുണ്ടായിരുന്നില്ല. കയറി നിൽക്കുവാൻ ഒരിടം തേടി അവൻ വേഗത്തിൽ വണ്ടി ഓടിച്ചു ശ്രമിച്ചു. മിന്നലിൻ്റെ ശക്തി കൂടി. ഊക്കോടെ ഭൂമിയിൽ വന്നു പതിച്ചവ വലിയ വലിയ അഗ്നഗോളങ്ങൾ തീർത്തു. പാർവതി പേടിച്ചു വിറച്ച് ഭദ്രൻ്റെ ചുമലിൽ ഇറുക്ക പിടിച്ചുകൊണ്ട് മിഴികൾ പൂട്ടി. അവളുടെ തലയിൽ നിന്നും ചാലിട്ടൊഴുകിയ വെള്ളത്തുള്ളികൾ മുഖവും കഴിഞ്ഞ് താഴേക്ക് ഒഴുകിയിറങ്ങി. ഇട്ടിരിക്കുന്ന ജീൻസും ടീഷർട്ടും നനഞ്ഞൊട്ടി ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. തണുത്ത് വിറച്ചവളുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. പൊടുന്നനെ വണ്ടി എവിടെയോ നിന്നപ്പോഴാണ് അവൾ കണ്ണു തുറന്നു നോക്കിയത്. അടച്ചിട്ടിരിക്കുന്ന ഓടിട്ട ഒരു കൊച്ചു കട മിന്നലിൻ്റെ വെളിച്ചത്തിൽ പാർവതി അവ്യക്തമായി കണ്ടു. കേറടി അങ്ങോട്ട്. പൊടുന്നനെ ഭദ്രൻ്റെ അലർച്ച കേട്ട് കയ്യിലിരുന്ന ബാഗ് നനഞ്ഞൊട്ടിയ നെഞ്ചിന് മുകളിലേക്ക് കയറ്റി പിടിച്ചുകൊണ്ട് പാറു ബൈക്കിൻ്റെ പിന്നിൽ നിന്നും ചാടിയിറങ്ങി ഇടുങ്ങിയ ആ കടത്തിണ്ണയിലേക്ക് ഓടിക്കയറി. വണ്ടി ഓഫ് ചെയ്തിട്ട് ഭദ്രനും അവളുടെ പിന്നാലെ പാഞ്ഞു ചെന്ന് അവിടേക്ക് കയറി നിന്നു. വിജനമായ ആ സ്ഥലത്ത് ആ പീടിക ഒഴിച്ച് മറ്റൊന്നും കാണുവാൻ അവൾക്ക് സാധിച്ചില്ല. അടുത്തായിട്ട് ഹുങ്കാര ശബ്ദത്തിൽ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടവൾ, ലക്ഷ്മിയമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തേതോ വലിയ നദിയുള്ള കാര്യം. ചിലപ്പോൾ അതിൻ്റെ ശബ്ദമായിരിക്കുമോ ഇത്? മഴയുടെ ശബ്ദത്തിൽ നദിയുടെ ശബ്ദം വേർതിരിച്ചെടുക്കാൻ അവൾക്കായില്ല എന്നതാണ് സത്യം. കൂനിക്കൂടി തണുത്ത് വിറച്ച് തിണ്ണയുടെ അടച്ചുകെട്ടിയ മൂലയ്ക്ക് അവൾ ഒതുങ്ങിയിരുന്നു. ഉള്ളിലേക്ക് കയറി വന്ന ഭദ്രൻ ആദ്യം തലയിൽ നിന്നും ഹെൽമറ്റ് ഊരി തറയിലേക്ക് വെക്കുന്നത് കണ്ടു. ശേഷം ചുമലിൽ തൂക്കി അയാളുടെ ബാഗും താഴേക്കിട്ടു. ഇൻ ചെയ്ത പാൻറ് ഷർട്ടിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുത്ത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് കുടയുന്നവനെ പാറു വെറുതെ നോക്കി നിന്നു. ആളിൻ്റെ തല അപ്പോഴും ഹെൽമറ്റ് വെച്ചതിനാൽ ഉണങ്ങിയാണ് ഇരിക്കുന്നത്. അടച്ചുകെട്ടില്ലാത്ത തൂണുകൊണ്ട് താങ്ങുള്ള ആ പീടികയുടെ തിണ്ണയിൽ എറുമ്പലടിച്ച് വെറുതെ അങ്ങനെ തന്നെ നിന്നവൾ. പൊടുന്നനെ കട്ട പിടിച്ച് ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു തീകോളം ഒരു ഹുങ്കാര ശബ്ദത്തോടെ പീടികയ്ക്ക് മുന്നിലുള്ള റോഡിലേക്ക് ആഞ്ഞു പതിച്ചു. ഭദ്രൻ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി. അവൻ ഭീതിയോടെ കടയുടെ പലകയെ അടുപ്പിച്ചുറപ്പിച്ച് പൂട്ടിയ അടപ്പിലേക്ക് ഊക്കോടെ ചാരി നിന്നു. പാർവതിയുടെ കണ്ണുകൾ പേടിയോടെ മിഴിഞ്ഞുപോയി. അവൾ ഓടിച്ചെന്ന് ഭദ്രൻ്റെ കയ്യിലേക്ക് തൂങ്ങി നിന്നു. ആ നിമിഷം അവൻ തനിക്ക് ശത്രുവാണെന്നോ തൻ്റെ പ്രവർത്തികൾ മാരാർക്ക് ഇഷ്ടപ്പെടുമോ എന്നോ ഒന്നും അവൾ ഓർത്തില്ല. ചുറ്റുമുള്ളതെല്ലാം മറന്നിരുന്നു പെണ്ണ്. ഭയത്തോടെ നനഞ്ഞൊട്ടിയ ശരീരത്തോടെ അവൻ തൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നവളെ കണ്ട് തട്ടി മാറ്റുവാൻ തോന്നിയെങ്കിലും പാർവതിയുടെ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് കേട്ടപ്പോൾ ഭദ്രൻ നിസ്സഹായനായി അങ്ങനെ തന്നെ നിന്നുപോയി. പേടിച്ചു വിറച്ചുള്ള നിൽപ്പാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ദേഹമൊക്കെ തുള്ളൽ പനി ബാധിച്ചവരെ പോലെ വല്ലാതെ വിറയ്ക്കുന്നുമുണ്ട്. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിൻ്റെ ശബ്ദം അവനപ്പോൾ വ്യക്തമായി കേൾക്കുവാൻ സാധിച്ചു. ഭദ്രൻ സ്വയം ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് കണ്ണുകൾ മനഃപൂർവ്വം റോഡിലേക്ക് പായിച്ചു. പുഴവെള്ളം കുത്തിയൊലിക്കുന്നത് പോലെ വഴി കാണാൻ മേലാതെ ആയിട്ടുണ്ട്. മഴ തോർന്നതും എങ്ങനെ വീട് പറ്റുമെന്നുള്ള ചിന്തയാൽ അവനൊന്ന് തലകുടഞ്ഞു പോയി. പിന്നെ ഈ അരമണിക്കൂറോളം എടുത്തു മഴയുടെ ശക്തിയൊന്ന് കുറയാൻ വേണ്ടി. മിന്നലുകൾ കുറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഇടിമുഴക്കം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടെങ്കിലും നേരത്തേതിൻ്റെ അത്രയും ശക്തിയിലല്ല. ഒന്ന് തോർന്നെന്ന് കണ്ടതും അവൻ തലചെരിച്ച് പാർവതിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോഴും തൻ്റെ ദേഹത്തേക്ക് ചാരി കയ്യിലും പിടിച്ചുകൊണ്ട് അനങ്ങാതെ നിൽക്കുകയാണ് പെണ്ണ്, ഒരു ശില പോലെ. ഒരു വേള അവൾക്ക് ജീവനുണ്ട് എന്ന് പോലും ഭദ്രന് തോന്നിപ്പോയി. എടി, പോയി വണ്ടിയെ കയറടി. അലറിക്കൊണ്ട് പറഞ്ഞതും പാറു അവനിൽ നിന്നും ഒന്ന് ഞെട്ടിക്കൊണ്ട് അകന്നു മാറി. അത്രയും നേരം വേറെ ഏതോ ലോകത്തായിരുന്ന പാർവതിക്ക് ഒരു നിമിഷം താൻ എന്താണ് ചെയ്തതെന്നുള്ള ഓർമ്മയിൽ ചമ്മൽ അനുഭവപ്പെട്ടു. എങ്കിലും അത് പുറത്തേക്ക് കാട്ടിയില്ല അവൾ. നിങ്ങൾ വണ്ടി എടുക്കാതെ എനിക്ക് കയറാൻ പറ്റുമോ? വിറച്ചുകൊണ്ടാണേലും ഉള്ള ധൈര്യം കൂട്ടിവെച്ചുകൊണ്ട് അവൾ ചോദിച്ചു പോയി. ഏത് നേരത്താണോ ഇതിനെയൊക്കെ തലയിൽ കയറ്റി ചോക്കാൻ തോന്നിയത്? പിറുപിറുത്തുകൊണ്ട് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച് ഭാഗം കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വണ്ടിയിലേക്ക് കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തു. വല്ലോരും നിങ്ങളുടെ പുറകെ നടന്ന് കെഞ്ചിയായിരുന്നോ തലയിലെടുത്തും ചുമക്കാന്? പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിലും അവ്യക്തമായ ഒരു ശബ്ദത്തോടെ പാറു പറഞ്ഞൊപ്പിച്ചു. ഇനിയും നീ വാ തുറന്ന് വല്ലതും മിണ്ടിയാ അവിടെ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. അവൻ കണ്ണുമീഴ്ച ദേഷ്യത്തോടെ പറഞ്ഞതും പെണ്ണുള്ള ബലമല്ല എടുത്ത് ബൈക്കിന് പിന്നിലേക്ക് ചാടിക്കയറിയിരുന്നത് ഒരുപോലെയായിരുന്നു.
ഇനി പറഞ്ഞതുപോലെ മാരാര് തന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയെങ്കിലോ എന്ന് ഓർത്തു മാത്രം. ചാറ്റൽ മഴയിൽ നനഞ്ഞുകൊണ്ട് വണ്ടി വീണ്ടും റോഡിലൂടെ വെള്ളത്തെ രണ്ടു വശത്തേക്കും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കുതിച്ചു. മര്യാദയൊക്കെ ഉള്ളവനായിരുന്നോ ഈ നല്ലവനായ മാരാര്? കുറച്ചു മുന്നേ കടത്തിണ്ണയിൽ നടന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവൾ മനസ്സിൽ മന്ത്രിച്ചു. അവന് വേണ്ടി ഒരു ചെറിയ പുഞ്ചിരി അപ്പോഴും പെണ്ണിൻ്റെ ചുണ്ടിൽ തത്തിക്കളിച്ചിരുന്നു. പടിപ്പുരയ്ക്ക് മുൻപിൽ വണ്ടി നിന്നതും പതിവ് പോലെ അവനെ പുച്ഛിച്ച് കാട്ടിയിട്ട് അവൾ മംഗലശ്ശേരിക്ക് നേർക്ക് ഓടിപ്പോയി. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, അഹങ്കാരി. അവൾ പോയ വഴിയെ ഒന്ന് നോക്കി അണപ്പല്ല് ഞെരിച്ചിട്ട് ഭദ്രൻ്റെ വീടിൻ്റെ ഗേറ്റും കടന്ന് ഉള്ളിലേക്ക് വണ്ടി കയറ്റി. മാരാര് സിറ്റൗട്ടിലേക്ക് കയറുന്നതും കാത്തു നിന്ന ലക്ഷ്മിയമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും സ്വന്തം മുറിയിലെ ജനലിൽ കൂടി അവൾ നോക്കി നിന്നു. വെറുതെ. അപ്പോൾ തുടരും കേട്ടോ. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് കടുത്ത തലവേദനയും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും കൊണ്ട് ആകെ പെട്ടുപോയതാണ് ഞാൻ. അതുകൊണ്ടാണ് സ്റ്റോറി ഇടാഞ്ഞത് കേട്ടോ. പറ്റുന്ന പോലെ തുടർന്നും ഈ സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാവേ.